നമസ്കാരം, ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് ടൈമിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് മൈനിങ് മേഖലയിൽ ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കേരള മൈനിങ് ആൻഡ് ക്രഷേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ MK ബാബു സാറാണ്. വെൽക്കം സർ. നമസ്കാരം സർ. ഈ ഒരു മേഖലയിൽ സംഘടനയുടെ പ്രവർത്തനമായിട്ട് ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ്. കുറച്ചു നേരം നമ്മുടെ കൂടെ കിട്ടിയതിന് നമുക്ക് വളരെയധികം സന്തോഷം. സർ, ഈ മൈനിങ് മേഖലയിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? മൈനിങ് ഞാൻ എൻ്റെ പ്രദേശത്തെ ഒരു പൊതു പ്രവർത്തകൻ കൂടിയായിരുന്നു, ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ കൂടിയായിരുന്നു. ആ സമയത്ത് ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അയൽവാസി അദ്ദേഹത്തിൻ്റെ ടാക്സ് അടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പല പൊളിറ്റീഷ്യന്മാർ ഉൾപ്പെടെ പലരെയും സമീപിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ലാൻഡ് ടാക്സ് അടക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ലാൻഡ് ഫുള്ള് ഡെപ്പോസിറ്റ്, കോറി പാറ ഡെപ്പോസിറ്റുള്ള പ്രദേശമായിരുന്നു. അങ്ങനെ അതിൻ്റെ ലാൻഡ് ടാക്സ് അടക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തുകയും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കോറിങ് പർപ്പസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഐഡിയ തരുന്നത് അദ്ദേഹമാണ്. ഞാൻ നേരത്തെ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ, എനിക്ക് ആ മേഖലയായിട്ട് യാതൊരു പരിചയമില്ല. പക്ഷെ അങ്ങനെ ആ ടാക്സ് റെഡിയാക്കി ആ ലാൻഡിൻ്റെ ക്ലിയർ ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെയാണ് ഞാൻ ആ ഫീൽഡിലേക്ക് ആദ്യമായി വരുന്നത്. ബാക്കിയുള്ള പല മേഖലയിലും പോലെയല്ലേ ക്വാറി മേഖല? അധികം ആൾക്കാർക്ക് അറിയാത്തൊരു മേഖലയാണ്. ഈ ഒരു മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒട്ടേറെ ആരോപണങ്ങൾ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ കടുത്ത വേനലുണ്ടാകുമ്പോഴും കനത്ത മഴ പെയ്യുമ്പോഴും എല്ലാം ആക്രമിക്കപ്പെടുന്നത് ഈ കോറി വിഭാഗമാണ്. യഥാർത്ഥത്തിൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പം സയൻറ്റിഫിക്കായിട്ട് യാതൊരു ബേസിക്കുമില്ലാത്ത ആരോപണങ്ങളാണ് നിരന്തരമായി ഞങ്ങളെ ഈ മേഖലയ്ക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വയനാട് ഉൾപ്പെടെയുള്ള പുത്തുമലയിലായാലും കവളപ്പാറയിലായാലും ഇടുക്കി ജില്ലയിലായാലും ഒരു സ്ഥലത്ത് പോലും നിലവിൽ കോറിങ് നടക്കുന്ന അതിനെ അടുത്തോ അല്ലെങ്കിൽ കിലോമീറ്റർ ചുറ്റളവിലോ ഒരു സ്ഥലത്ത് പോലും മണ്ണിടിച്ചിലോ അതുപോലെ ലാൻഡ് സ്ലൈഡിങ്ങിലോ ഉണ്ടായിട്ടില്ല എന്ന വാസ്തവം ഇതാണ്. ഒരു വിഭാഗം കപട പരിസ്ഥിതിവാദികളെല്ലാം കൂടി ചേർന്ന് വളരെ ബോധപൂർവമാണ് ഞങ്ങൾ ഈ മേഖലയ്ക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് അറിയപ്പെടുന്ന പല പരിസ്ഥിതി പ്രവർത്തകന്മാർ, അതായത് നിലവിലെ സംസ്ഥാനത്തെ മലയാള ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന രാത്രി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന മഹാഭൂരിപക്ഷം ആളുകളും സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പല സമയത്ത് പോലും വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരസ്യമായി ഡോക്യുമെൻ്റ് സഹിതം ഞങ്ങൾ പരസ്യമായി പറഞ്ഞതാണ്. ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത്, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ക്വാറിയുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ കൺഫ്യൂഷൻസ് ജനങ്ങളിലേക്ക് ഉണ്ട്. അപ്പോൾ വീടുകൾ, താമസയോഗ്യമായ സ്ഥലവും ഈ ക്വാറിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ കുറേ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? ക്വാറിക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് എക്സ്പ്ലോസീവ് ലൈസൻസ്, ഇപ്പോൾ മരട് പൊളിച്ചത് നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ടെക്നോളജി മാറി. നേരത്തെ ടെക്നോളജി പ്രകാരം മാക്സിമം ഒരു കോറിയിൽ ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോൾ മാക്സിമം 30-35 മീറ്റർ മാത്രമേ ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് സയൻറ്റിഫിക് സ്റ്റഡി ചെയ്ത് നാഷണൽ NIT പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് അണ്ടറുള്ള ഏജൻസികൾ ഉൾപ്പെടെ സ്റ്റഡി ചെയ്ത് വളരെ കൃത്യമായി അതിനെ അനുസരിച്ചാണ് ഈ എക്സ്പ്ലോസീവ് ജെല്ല് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം 30-35 മാത്രമേ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. മറിച്ചുള്ള പ്രചനങ്ങൾക്കും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മാനുഫാക്ചർഡ് ഡിഫക്റ്റാണ് ശരിക്ക് ഇതിലുണ്ടാകുന്നത്. അത് വെച്ച് ഈ 30-35 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ കേരള കൗമുദി ചാനലിൽ തൊട്ടപ്പുറത്ത് കൂടി വാഹനങ്ങൾ ധാരാളം പോകുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങൾ പോകുമ്പോൾ സാധാരണ രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് എന്താണോ എഫക്റ്റ് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, ആ ഇമ്പാക്റ്റിൽ കൂടുതൽ ഒന്നും കോറിയിൽ ഉണ്ടാകുന്നതിലാണ് സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്തതാണ്. നമ്മളിപ്പം നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു 30-35 മീറ്റർ, ഒരു 5 മീറ്റർ 10 മീറ്റർ കഴിയും തോറും സ്വാഭാവികമായും അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞ് വളരെ ചെറിയ നേരിയ രൂപത്തിലേക്കുള്ള ഒരു ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മറിച്ചുള്ള പ്രശ്നങ്ങൾ തീർത്തും വാസ്തവവിരുദ്ധമാണ്. അല്ല, വസ്തുതകളായിട്ട് യാതൊരു ബന്ധവുമില്ല, ശാസ്ത്രീയമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സംശയം, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ടീം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സംസ്ഥാനത്ത് ഞാൻ ഇന്നലെ വേറൊരു ജില്ലയിൽ പോയിട്ടാണ് വരുന്നത്. സംസ്ഥാനത്ത് നിലവിലെ കോറികൾക്കെതിരായി പല ജില്ലകളിലും സമരം നടക്കുന്നുണ്ട്. അതിൻ്റെ 99% സമരങ്ങളും തീർത്തും സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്.
ഇപ്പോൾ ഞങ്ങൾ ഒരു കോറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും രാമനാട്ടര ബൈപ്പാസിലും അല്ലാതെ വൈറ്റിലയിലൊന്നും കോറിയില്ല. കോറി പ്രത്യേക സ്ഥലത്ത് മാറ്റാൻ കോറി ഡെപ്പോസിറ്റ് ഉണ്ടാകും. റിവർ സാൻഡ് വേറെ പ്രത്യേക സ്ഥലത്ത് ഉണ്ടാകും. അപ്പോൾ ആ ഉള്ള സ്ഥലത്തു നിന്നാണ് ഇത് മൈൻ ചെയ്യുക. അപ്പം സ്വാഭാവികമായും അങ്ങനെ മൈൻ ചെയ്യുന്ന സമയത്ത് ഒരു കോറിക്ക് സാധാരണഗതിയിൽ ഉൾപ്രദേശത്ത് വളരെ ഉൾപ്രദേശത്താണ് ഈ കോറി ഡെപ്പോസിറ്റ് ഉണ്ടാകും. അവിടെ സെൻറ്റിന് 5000 ഉറുപ്പ്യ മുതൽ 10000 ഉറുപ്പ്യ 15000 മാക്സിമം 5000 മുതൽ 10000 ഉറുപ്പ്യാണ് പെർ സെൻറ്റിൻ്റെ വില. പക്ഷേ ഞങ്ങൾ ഒരു കോറി പർപ്പസുമായിട്ട് സ്വാഭാവികമായിട്ടും അവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിസ്ഥിതിവാദികൾ ഇവർ പോയി അവിടെ ലാൻഡ് പർച്ചേസ് നടത്തും ഈ കോറിയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോറി പർപ്പസ് തുടങ്ങുമ്പോൾ ഞങ്ങളെ ഇത് ബാർഗെയിൻ ചെയ്ത് ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി പ്രകടനത്തിൽ കൊടുക്കി ഭീഷണിപ്പെടുത്തി ആ ലാൻഡ് ഞങ്ങൾ വാങ്ങുന്നറിയാം. അപ്പോൾ ഇതിൽ ഒരു വിരോധാഭാസം, ഒരു ലോജിക്ക് ലോകത്ത് മറ്റൊരു സ്ഥലത്തും കേട്ടുകേൾവിയില്ലാത്ത ഒരു സാധനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പറയുന്ന സ്ഥലം 5000 സെൻറ്റിന് 5000 ഉറുപ്പ്യ വിലയുള്ള സ്ഥലം ഞങ്ങളെടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ആൾ പറയാം അത് ഞങ്ങൾ അനുഭാവിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഞങ്ങൾ ഇന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലാൻഡ് ഞങ്ങൾ 5000 ഉറുപ്പ്യക്ക് വിലയുള്ള സാധനം ഞങ്ങൾ 50,000-നും 1,00,000-നും ഞങ്ങൾ പർച്ചേസ് നടത്താം. ആ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും 50 മീറ്റർ ഡിസ്റ്റൻസിനകത്ത് നിയമം അതാണ്. MMDR ആക്റ്റും 1960 മൈനർ മിനറൽ കൺസഷൻ റൂളും പ്രകാരമാണ് സംസ്ഥാനത്ത് കോറികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ 2 നിയമങ്ങളനുസരിച്ച് 50 മീറ്റർ മാത്രമാണ് റെസിഡൻസ് ഏരിയയിൽ നിന്ന് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 50 മീറ്ററിനപ്പുറത്തുള്ള വീടുകളെക്കുറിച്ച് ഞങ്ങൾക്ക് 50 മീറ്ററിനകത്ത് നിലവിലെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ എല്ലാ ലൈസൻസുകളും സ്വാഭാവികം ഞങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഞങ്ങൾ ഈ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ 50,000 ഉറുപ്പ്യ പെർസെൻറ്റിന് വിലയുള്ളത് ഞങ്ങൾ 5000-ഉം 1,00,000 ഉറുപ്പ്യ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അത് എടുത്തു കഴിയുമ്പോൾ അടുത്തത് പ്രതിപക്ഷ കക്ഷിയുടെ ആൾ വരും. അപ്പോൾ അവർ ഞങ്ങൾ ഇതേപോലെ തന്നെ ഇത് ഞങ്ങളെ അനുഭവമാണ് അപ്പോൾ അത് സ്വാഭാവികം ഞങ്ങളെടുത്തും. അത് കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാർ വരും. ഇതെല്ലാം കഴിഞ്ഞാൽ ചില ദൃശ്യമാധ്യമങ്ങൾ ആളുൾപ്പെടെ ഞങ്ങളെ സമീപിച്ചിട്ട് ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ അവരുൾപ്പെടെ വന്ന് ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഞങ്ങൾ വലിയ പൈസ കൊടുത്ത് ഇതെല്ലാം കൂടി വാങ്ങുന്നതാണ്. ഇതെല്ലാം കൂടി വാങ്ങിക്കഴിഞ്ഞാൽ തൊട്ട അയൽവാസിയുടെ എല്ലാ സ്ഥലവും ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയാണ് ലോകത്ത് കേട്ടുകേൾവില്ലാത്ത സംഭവം കൊണ്ട് നടക്കുമെന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ആളുകളും കൂടി ചേർന്ന് ലൈസൻസെല്ലാം ലഭിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. എല്ലാ ലൈസൻസും കിട്ടി കോറി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും സമരം. എല്ലാവരും കൂടി ചേർന്ന് ഇത് അടച്ചു പൂട്ടണം എന്ന സമരമാണ്. അത് ലക്ഷങ്ങളും കോടികളാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്ക് ലോൺ എടുത്തും കടങ്ങൾ വാങ്ങിയും ഒക്കെ കോടികളും ലക്ഷങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്ന സ്ഥലത്ത് അവിടെ റബ്ബർ ഒഴിച്ച് വെക്കാൻ പറ്റില്ല, തേയില ഒഴിച്ച് വെക്കാൻ പറ്റില്ല, അഗ്രികൾച്ചർ പർപ്പസിനേ പറ്റില്ല, കോറിങ് മാത്രം ഓൺലി പർപ്പസ് കോറിക്ക് മാത്രം പറ്റുന്ന ആ പർപ്പസ് ലാൻഡ് അങ്ങനെ വേസ്റ്റായി കിടക്കുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിൽ എത്രയോ ലക്ഷങ്ങളും കോടികളും മുടക്കി അത് ഇത്തരം സമരങ്ങൾ കൊണ്ട് ആരംഭിക്കാൻ പറ്റാത്ത ആളുകൾ മാനസിക രോഗത്തിന് അടിമപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന നിരവധി ആളുകൾ എനിക്കറിയാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഈ മധ്യ ജില്ലയിൽപ്പെട്ട ഒരാളിപ്പം അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതിന് 10-20 കോടി രൂപ അദ്ദേഹം ബാങ്ക് ലോൺ ഉൾപ്പെടെ എടുത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൺസെൻറ്റോടുകൂടി സമ്മതത്തോടും എടുത്തു. എല്ലാ പേപ്പറും കിട്ടിയ ശേഷം ഒരു കാരണവശാലും അവിടെ കോറി അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടന എല്ലാം കൂടി ചേർന്ന് സമരം നടത്തി 20 വർഷത്തോളമായി ഏകദേശം. അതായത് ഇനി കോറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും. ഇപ്പം ഒരു വാർഡിൽ ചിലപ്പോൾ 4-5 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഇൻട്രസ്റ്റിയെ ഒറ്റുകൊടുക്കുകയാണ്, ഒരു വ്യവസായത്തെ ഒറ്റുകൊടുക്കുകയാണ്. സർക്കാരിൻ്റെ നയത്തിന് പോലും വിരുദ്ധമായ നിലപാട് ഭരിക്കുന്ന പാർട്ടിക്കാർ പോലും എടുക്കുന്ന വിരോധാഭാസകരമായ കാഴ്ചയാണ് സംസ്ഥാനത്ത് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇപ്പോൾ സാറ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു സഹായവും വരുന്നില്ല എന്നുള്ളതാണോ? ഇപ്പോൾ 2023 ഒരു സമരം നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഒരു ബെനിഫിറ്റും ഈ ഒരു മേഖലയിലില്ല എന്നാണോ സാർ പറയുന്നത്? ഈ ഞങ്ങളെ മേഖല ഒരു പ്രതിവർഷം കഴിഞ്ഞ 2022-23 600 കോടി രൂപയാണ് സർക്കാരിന് ഞങ്ങളെ മേഖലയിൽ നിന്ന് കിട്ടിയ റവന്യൂ വരുമാനം. ഒരുപക്ഷെ 1000-1500 കോടി രൂപ വരെ കഴിഞ്ഞ വർഷവും സർക്കാരിന് ഞങ്ങളുടെ മേഖലയിൽ നിന്ന് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് റവന്യൂ വരുമാനം വരേണ്ടതായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് 8000-ഓളം കോറികൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് 6000 ആയി. ഈ 8000 കോറികൾ പ്രവർത്തിക്കുന്ന സമയത്ത് കോറികൾക്കെതിരെ ഇത്ര ആരോപണങ്ങളില്ല. 8000 കോറികൾ പ്രവർത്തിക്കുന്ന ആ സമയത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത് ഏറ്റവും വലിയ വരൾച്ച ഉണ്ടായതല്ല ആ സമയമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് പോലും ഈ പറയുന്ന മേഖലയിലൊന്നും ലാൻഡ് സൈഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ഒരു പ്രദേശത്തും ഉണ്ടായില്ല. ഇത്രയേറെ ആ കോറികളെല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടി. ആ അടച്ചുപൂട്ടി സ്ഥലത്താണ് ഇപ്പോൾ നടന്ന ലാൻഡ് സൈഡിങ് എല്ലാം നടന്നിട്ടുള്ളത്. അപ്പം ഇത്തരം ഞങ്ങളെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിന് 5-6 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ലൈസോട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഫീസും റോയൽ
റോയൽറ്റി ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് വാങ്ങി എല്ലാ ഫീസുകളും വാങ്ങിയതിന് ശേഷം ഞങ്ങളെ ഇൻഡസ്ട്രിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട വ്യവസായ വകുപ്പ്, ആ വ്യവസായ വകുപ്പും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റും തീർത്തും പിന്നെ ഈ വ്യവസായികളോട് ഒരു വ്യവസായിയോടും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത നയസമീപനങ്ങളാണ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ മേഖലയോട് സ്വീകരിക്കുന്നത്. 2021 പുതിയ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തി, റൂൾ അമെൻമെൻറ്റ് നടത്തി. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ സമയത്തും അന്ന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായ സമയത്തൊക്കെ പുതിയ നിയമ ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നിയമ ഭേദഗതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കക്ഷികളോട് ഞങ്ങളെയും കൂടി വിളിച്ചിരുത്തി ഞങ്ങൾ അഭിപ്രായം ആരാഞ്ഞ് അങ്ങനെയാണ് സാധാരണ ഒരു നിയമം ഉണ്ടാക്കാറ്. ഏകപക്ഷീയമായി നിയമം ഉണ്ടാക്കി സംസ്ഥാനത്തെ നിലവിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കോറികൾക്കും മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു കോറികൾക്കും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള നിയമ നിർമ്മാണമാണ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മന്ത്രിയായ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് 686 കോറികൾ ഈ 2024 2025 ആകുമ്പോഴത്തേക്കും 200 താഴെയായി കോറികളുടെ എണ്ണം മാറി. സംസ്ഥാനത്ത് രൂക്ഷമായ കരിങ്കൽ ക്ഷാമം നേരിടുന്നു. സർക്കാരിൻ്റെ മേജർ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാതെ ആയിട്ട് മാസങ്ങളായി സർക്കാർ ഇടപെടുന്നില്ല. അതേപോലെ തന്നെ കർണാടക, തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് 6-7ഓളം ജില്ലകൾ, വയനാട്, അതുപോലെ തന്നെ കാസർഗോഡ്, ഇടുക്കി, തൃശ്ശൂർ, എറണാകുളത്തിൻ്റെ ഒരു ഭാഗം, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗം, കൊല്ലം ഭാഗം, ഇത്രയും സ്ഥലങ്ങളിൽ 6-7 ജില്ലകളിലെ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ ഏറെക്കുറെ 75% കോറി ഉൽപ്പന്നങ്ങളും വരുന്നത് തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ സംസ്ഥാനത്താണ്. ഇത് മൂലം ഒരു ദിവസം പെർ ഡേ ഞങ്ങൾ കഴിഞ്ഞ സമരകാലത്ത് സംസ്ഥാനത്തെ മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആ സമരത്ത് എല്ലാ ചെക്ക് പോസ്റ്റുകളും ഞങ്ങളെ വളണ്ടിയർമാർ രാവിലെ തൊട്ട് വൈകുന്നേരമേ 4 ദിവസം കണ്ടിന്യൂ ആയി ഇരുന്നു. ആ 4 ദിവസം ഞങ്ങൾ കണ്ടാഴ്ച ഒരു ദിവസം പെർ ഡേ 1000 മുതൽ 2000 ലോഡ് ടോറസ് വണ്ടികളിൽ 2000 ലോഡ് കല്ല് വരെയാണ് കള്ളക്കടത്തായിട്ട് സംസ്ഥാനത്തേക്ക് വരുന്നത്. ഒരു ദിവസം ഞങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു പെർ ഡേ 15 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പൈസ നഷ്ടപ്പെടുന്നത്. ഇത്ര ഏറെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും പല തവണ ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ സമയം വരെ പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല തീർത്തും വളരെ മോശമായ ഒരു സമീപനമാണ് സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും കോറികൾ ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മേജർ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ നിലവിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ സർക്കാരിന് ഭീമമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. ഇതെല്ലാം നിലവിൽ നിയമാനുസൃതം മാത്രം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നിയമാനുസൃതം നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകൾക്ക് നിയമം അനുസരിച്ച് ലൈസൻസ് നൽകുന്നതിന് വേണ്ടി ഒരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രസക്തമായ വാഗ്ദാനം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ പോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇന്നൊരു വില്ലേജ് ഓഫീസിൽ താലൂക്ക് ബന്ധപ്പെട്ട് കൊടുക്കുക. മാസങ്ങളാണ് ഒരു ദിവസം തരേണ്ട സാധനം 1 മാസം, 5 മാസം, 5 വർഷം വരെയാണ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ സമയബന്ധിതമായി ഞങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഞങ്ങൾ 2 വർഷം മുമ്പേ കൊടുത്ത ആപ്ലിക്കേഷൻ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കി ഒരു സ്ഥാപനത്തിൽ മുതൽ മുടക്കി ലൈസൻസിൻ്റെ പ്രൊസീജിയർ ആരംഭിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ അതായത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിൻ്റെ അനാവസ്ഥ മൂലം ഞങ്ങൾക്ക് 2 വർഷം നഷ്ടപ്പെടുമ്പോഴും പുതിയൊരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പുതിയ നിയമം വരുവാണ്. അപ്പോൾ പുതിയ നിയമം വരുമ്പോൾ സ്വാഭാവികമായും ആ നിയമം ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വരെ അവിടെ മുതൽ മുടക്കിയ മുഴുവൻ പണവും ഞങ്ങൾക്ക് വേസ്റ്റ് ആവുകയും ഭീമമായ സാമ്പത്തിക നഷ്ടത്തിലേക്ക് ഈ മേഖല മാറുകയും ചെയ്യുകയാണ്. ഇപ്പം സംസ്ഥാനത്ത് ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്കും അതുപോലെ കർണാടക, തമിഴ്നാട്ടിലേക്കും കുടിയേറി കഴിഞ്ഞു. സംസ്ഥാനത്ത് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി പൊതുവേ വ്യവസായികളുടെ ധാരണ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു വിഭാഗം പരിസ്ഥിതി പ്രവർത്തകന്മാർ എന്ന് പറയുന്ന കപട പരിസ്ഥിതിവാദികളും. അത് കപട പരിസ്ഥിതിവാദികൾ, ഇതൊരു പരിസ്ഥിതി മാഫിയാണ് അതായത് ഇപ്പോൾ ഈ കേരളത്തിൽ സംസ്ഥാനത്ത് മുതൽ മുടക്കില്ലാത്ത ഏറ്റവും വലിയ വ്യവസായം ഇപ്പം പരിസ്ഥിതിവാദമാണ്. അത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു വ്യവസായം നടക്കുന്ന സ്ഥലത്തുകൊണ്ട് ഒരു കൊടി കുത്തിക്കഴിഞ്ഞാൽ മാത്രം മതി. ഞങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ വ്യവസായം നിർത്തിയിട്ട്. കാരണം ഈ കോറി വേണ്ട ഒരു NGO സംഘടന ഉണ്ടാക്കി ഒരു പരിസ്ഥിതി സംഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുമാനം. അത് പൂട്ടിക്കുക, അത് ആ വ്യവസായി ആ മുതൽ മുടക്ക് ഉടമയായി ബാർഗെയിൻ ചെയ്യുക, അതിന് സമ്മർദ്ദം ചെലുത്തുക, പ്രലോഭനങ്ങളിൽ ഏർപ്പെടുക, ഭീഷണിപ്പെടുത്തുക. അങ്ങനെ നിരവധി ആളുകളാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിങ്ങൾക്ക് നിരവധി ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ സാർ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ പറഞ്ഞു നിർത്തേ. ഇതിന് പിന്നിൽ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാറ് കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അസോസിയേഷൻ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഈ
ഞങ്ങൾ ഈ മേഖലയെ ബന്ധപ്പെട്ട് സയൻറ്റിഫിക്കായിട്ട് ഞങ്ങളിപ്പോൾ ഇല്ലീഗലായി നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഞങ്ങളെതിരാണ്. നിയമാനുസൃതം നടത്തുന്ന സ്ഥാപനങ്ങൾ നിയമാനുസൃതം ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒട്ടനവധി പ്രൊപ്പോസൽ ബഹുമാനപ്പെട്ട മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ, അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഈ അതിലൊരു അഡീഷണൽ ഡയറക്ടറുണ്ട്, സീനിയർ ജിയോളജിസ്റ്റുമാരുണ്ട്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 2023 ഞങ്ങൾ ഈ സമരം നടന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഞങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് ചില ഉറപ്പുകൾ തന്നു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കോറി ക്രഷർ മേഖലയെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ പ്രതിനിധികൾ ഉൾപ്പെടുത്തി ഒരു ടെക്നിക്കൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ടെക്നിക്കൽ കമ്മിറ്റി ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് ചർച്ച ചെയ്ത് ഒരു ദിവസം ഫുൾ ഡേ ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് പോയിന്റുകളുണ്ടാക്കി ഈ ഇൻഡസ്ട്രിക്ക് ഗുണകരമായ സർക്കാരിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാനും ഈ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഗുണകരമായ ആരോഗ്യകരമായ ഒട്ടനവധി പ്രപ്പോസൽ വന്നു. ഈ വന്ന ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് സമരം പിൻവലിക്കുമ്പോൾ തന്ന ഉറപ്പുകളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ മുഴുവൻ തീരുമാനങ്ങളും അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടറും ഇന്നത്തെ അഡീഷണൽ ഡയറക്ടറുമായ അദ്ദേഹം മുഴുവൻ തീരുമാനങ്ങളും ഒരു സീനിയർ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് അട്ടിമറിക്കുകയുണ്ടായത്. ഈ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രി പലതവണ കണ്ടിട്ടും ഒരു തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നിരന്തരം ഈ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഭീകരമായ രൂപത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയാണ്. സംസ്ഥാനത്തെ കോൺട്രാക്ടർമാർ അത് ഉന്നയിച്ചു കഴിഞ്ഞു, എല്ലാ സംഘടനകളും ഉന്നയിച്ചു കഴിഞ്ഞു. ഹൈവേ അതോറിറ്റിക്കാർ വർക്ക് എടുത്തിട്ടുള്ള അതോറിറ്റിക്കാർ മെറ്റീരിയൽ ഇട്ടാത്ത വിഷയം ഇതൊന്നും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറെ ആശ്ചര്യകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നൊരു മേഖലയാണ്. ഇതിലേക്ക് പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടോ? പുതിയ ആളുകൾ വരുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ആളുകൾ ഈ മേഖല വിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ മറ്റു പല ഇൻഡസ്ട്രി ഇതിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നല്ലൊരു പേരുണ്ട്. ഞങ്ങളിപ്പോൾ പത്രക്കാരും എല്ലാ പൊതു ജനങ്ങളും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് മാഫിയ എന്നാണ് പേര്. ഇപ്പം പെട്ടിക്കട മാഫിയ, ഉന്തുകണ്ടി മാഫിയ എന്നൊക്കെ വിളിക്കുന്ന ഈ ലോകത്ത് ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും കാര്യത്തിലില്ല. അപ്പം നിയമാനുസൃതം നടത്തുന്ന ഒരു വ്യവസായികളെ മാഫിയ എന്ന് വിളിക്കുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് നടത്തുന്ന സ്റ്റാറ്റ്യൂട്ട് അതോറിറ്റികളുടെ ലൈസൻസോടും കൂടി നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളുകളെ നിരന്തരം മാഫിയ എന്ന മുദ്രകുത്തി സമൂഹത്തിന് മുമ്പിൽ കോറി എന്ന് പറഞ്ഞത് എന്തോ അരുതാത്തത് എന്താണെന്ന് പറഞ്ഞ് ഈ നിങ്ങൾക്കെല്ലാം അറിവുള്ള പോലെ നിർമ്മാണ മേഖലയിൽ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. പക്ഷേ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുമാനം വരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും റിസോഴ്സ് എന്ന് പറയുന്നത് മൈനിങ്ങിലൂടെയാണ്. പെട്രോളും കൽക്കരി ഇന്ധനം ഉൾപ്പെടെ എല്ലാ സാധനവും മൈനിങ്ങിൽ കൂടെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഈ കരിങ്കൽ ഇപ്പം കേരളത്തിലെ കോറിയിൽ യഥാർത്ഥത്തിൽ മൈനിങ്ങും നടക്കുന്നില്ല. അതായത് കോറി, അതായത് ഭൂമിക്ക് മേലെയുള്ള കോറി പൊട്ടിച്ചു മാറ്റുന്ന പ്രക്രിയ മാത്രമാണ്. ഇത് ഡെത്തിലേക്ക് ഇവിടെ പോകുന്നില്ല. ഖനികളിലെ പോലെ ഡെത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ സെയിം ഉത്തരേന്ത്യയിലെ ഖനികളിലെ നിയമമാണ് സംസ്ഥാനത്ത് കോറികളുള്ളത്. അതായത് ഭൂമിക്ക് മേലെയുള്ള കോറി മാത്രം പൊട്ടിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങൾ എൻവയോൺമെൻറ്റിസ്റ്റുകൾ, അതായത് ഞങ്ങളുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കോറി പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ മണ്ണ് ഫില്ല് ചെയ്ത് ഭൂമിയിലേക്ക് വെള്ളം റീചാർജ് ചെയ്യപ്പെടുന്ന രൂപത്തിലേക്കൊക്കെ മാറ്റുകയും ഞങ്ങൾ പൊട്ടിച്ചു മാറ്റിയ കോറിയിലാണ് ഏറ്റവും വലിയ വരൾച്ച സംസ്ഥാനത്തുണ്ടായ സമയത്ത് എല്ലാ ജന്തുജീവജാലങ്ങളും വന്ന് വെള്ളം കുടിച്ചത്. സർക്കാരിന് യാതൊരു മുതൽ മുടക്കമില്ലാതെ അത്രയും വെള്ളമാണ്, ഒരു മുതൽ മുടക്കമില്ല, ഞങ്ങൾക്ക് മുതൽ മുടക്കില്ലാതെ ആ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലം. അത് ഒരു പഞ്ചായത്തിലെ അഗ്രികൾച്ചർ പർപ്പസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അതിനകത്ത് ആരെങ്കിലും കാല് തെറ്റി വീണാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്ത അതിൽ കാല് തെറ്റി വീണത്, അതായത് പോസിറ്റീവ് വശം കാണാതിരിക്കുകയും നെഗറ്റീവ് വശം ചർച്ചയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ മേഖലയും കടന്നു പോകുന്നത്. സർ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈൻ ചെയ്യുന്ന മിനറൽസ് ഏതൊക്കെയാണ്? ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ലാറ്ററൈറ്റാണ്, പിന്നെ ക്ലേ ഉണ്ട്. പക്ഷേ ഏറ്റവും ഗ്രാനൈറ്റും ലാറ്ററൈറ്റുമാണ് സംസ്ഥാനത്ത്. അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ചില ജില്ലയ്ക്ക് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും ആണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മൈനിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. മറ്റ് തെക്കൻ ജില്ലയിലേക്ക് ലാറ്ററൈറ്റ് ഇല്ല. മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് ഡെപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോറി വർഷങ്ങൾക്ക് മുമ്പ് മറ്റാരോ പൊട്ടിച്ച് കൊണ്ടുപോയ കോറിയാണ്. വിലക്കെടുത്തതും ലീസിനെടുത്തൊക്കെ. പുതിയ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ വ്യവസായ വകുപ്പിൻ്റെ നയം എന്ന് പറയുന്നത് 2023 പുതിയ നിയമപ്രകാരം ആരോ പൊട്ടിച്ച് മുമ്പ് കൊണ്ടുപോയതിനും ഞങ്ങൾ ഫൈൻ അടക്കണം. എന്ന് വെച്ചാൽ ഒരാൾക്ക് 40-60 കോടി രൂപ വരെ സംസ്ഥാനത്ത്, അതായത് ഒരു വാർഡ് വാങ്ങാനുള്ള പൈസയാണ്
മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഫൈൻ ചുമത്തി. അതിൻ്റെ ഭാഗമായി അവരെല്ലാം ഫൈൻ അടക്കാൻ പറ്റാതെ പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ലൈസൻസ് എടുത്തുകൊണ്ടും എങ്ങനെയെങ്കിലും ഇതൊക്കെ ഫൈനൊക്കെ അടച്ച് ഗഡുക്കളാക്കിയൊക്കെ വാങ്ങി അടച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു തരത്തിലും ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഭീമമായ ഇത് പിൻവലിക്കാത്ത വശം സംസ്ഥാനത്തെ മുഴുവൻ നിർമ്മാണ മേഖല മുഴുവൻ നിർത്തിവെച്ചുകൊണ്ട് ശക്തമായ സമരമാർഗത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമാന സംഘടനകളും ഗവൺമെൻറ് ഈ കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധമായ ഒരു തോന്നിവാസം എന്നാണ് അതിന് പറയേണ്ടത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആരോ പൊട്ടിച്ചുകൊണ്ടുവരും ഞങ്ങൾ ഫൈൻ അടക്കണം. അത് ചെറിയ ലക്ഷങ്ങളല്ല, കോടികളാണ്, ലക്ഷങ്ങളും കോടികളാണ് ഞങ്ങൾ ഫൈൻ അടക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ഈ 586 കോറികളിൽ ഇത്രയും കോറികളുടെ പ്രവർത്തനം നിലക്കാൻ കാരണം ഈ യാതൊരു തത്വദൃശ്യമില്ലാത്ത യാതൊരു ലോജിക്കുമില്ലാത്ത സർക്കാരിൻ്റെ ഈ തെറ്റായ വ്യവസായ നയം മൂലമാണ് ഇത്രയും കോറികൾ അടച്ച് പൂട്ടിയിരിക്കുന്നത്. ഞാനൊക്കെ കേട്ടുകേൾവി എൻ്റെയൊക്കെ അച്ഛനും ഒക്കെ പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നത്, നേരത്തെ പറയായിരുന്നു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ലതല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പം എന്ന് വെച്ചാൽ സംസ്ഥാന ഈ മരങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ 25-50% മാത്രം, 25% ഓക്സിജൻ മാത്രമാണ് ഈ മരങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു 75% ഓക്സിജൻ പ്രൊഡക്റ്റ് ചെയ്യുന്നത് കടലിനടിയിലെ പ്ലാങ്കോണുകൾ എന്നറിയപ്പെടുന്ന ഒരു സ്പീഷീസുകളാണെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെന്നും പറയുന്നത്. പക്ഷെ അത് ഇന്ന് വരെ ഒരു പത്രങ്ങളോ മാധ്യമങ്ങളോ പറയാതിരിക്കുകയും മരം വെട്ടിക്കഴിഞ്ഞാലും മരം മുറിച്ചാലും കൊമ്പ് മുറിച്ചാലും അതിന് സമരം ചെയ്യുന്ന ആളുകളായി മാറുകയും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് കടലാണ്. അതായത് ഓക്സിജൻ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ കടലിലെ പ്ലാങ്കോൺ എന്ന് പറയുന്ന സ്പീഷീസാണ്. അപ്പോൾ അതിന് പകരം മരങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞാൽ അതിനെതിരെ കവിത എഴുതുകയും സമരം ചെയ്യുകയും തീർത്തും തെറ്റിദ്ധാരണജനകമായി ഈ നമ്മൾ ഓക്സിജനെക്കുറിച്ചും ഈ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ തീർത്തും തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങളാണ് സംസ്ഥാനത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 എൻ്റെ ഓർമ്മ, 2012 പിന്നെ ബ്രിട്ടനിൽ നടന്ന ലോക പൈതൃക സമ്മേളനത്തിൽ അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധത്തിൽ പറയുന്നത് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉപേക്ഷിക്കണം, രണ്ടാമത് നെൽകൃഷി ഉപേക്ഷിക്കണം, മൂന്നാമത് കന്നുകാലി വളർത്തൽ ഉപേക്ഷിക്കണം. ഈ 3 പ്രബന്ധങ്ങളാണ് ആ ലോക പൈതൃക സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ആ സമയത്ത് ഇന്ത്യയും ചൈനയും അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇന്ത്യയും ചൈനയും ഇറങ്ങി പറയാൻ കന്നുകാലി വളർത്തലും നെൽവയലും ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ചൈനയും ഇന്ത്യയിലും. അപ്പം മീഥെയ്ൻ എന്ന് പറയുന്ന ഒരു വാതകമാണ് നെൽവയലുകൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും പരിസ്ഥിതി ഈ ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ വയലുകളുടെയും ഒരു നിശ്ചിത ഇത് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ലാറ്ററൈറ്റ് ആയിരിക്കും, ചെങ്കല്ലായിരിക്കും, അല്ലെങ്കിൽ പാറയായിരിക്കും. ഒരു കാരണവശാലും ഭൂമിയിലേക്ക് അത് റീചാർജ് ചെയ്യപ്പെടുന്നില്ല എന്ന് ശാസ്ത്രീയമായി ഇത് എൻ്റെ ആരോപണമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വയൽ നശിക്കുന്ന അതിനെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ കവിത എഴുതുന്നു ആളുകൾ കാര്യം. അപ്പോൾ ഇത് പ്രകൃതിയുമായോ അതുപോലെ പരിസ്ഥിതിയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് നേരത്തെ എത്തിക്കുന്നതിലും ഉണ്ടാക്കുന്നതിലും ഒരു വിഭാഗം പത്രദൃശ്യ മാധ്യമങ്ങളും കപട പരിസ്ഥിതിവാദികളും വിജയിച്ചു എന്നതാണ്. അല്ലാതെ ഈ കോറികൾ മൂലം പരിസ്ഥിതിക്കോ അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടോ വീടുകൾക്കുള്ള വിണ്ടലുണ്ടാകുന്നു എന്ന് പറഞ്ഞു ശാസ്ത്രീയമായ യാതൊരു ശരിയും അതിനകത്ത് ഇല്ല എന്ന് 100% ഞാനൊരു കോറി പ്രവർത്തകൻ മാത്രമല്ല, ഞാനൊരു എൻവയോൺമെൻറ്റ് കോറി തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴും ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകന്മാർ നടത്തിയേക്കാൾ ഏറ്റവും കൂടുതൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അതുപോലെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഒരാളുകൾ എന്ന നിലക്ക് കൃത്യമായി പറയാണ് ഇത് ഈ പറയുന്ന വാദങ്ങൾക്കും ശാസ്ത്രീയമായി യാതൊരു പിൻബലവുമില്ല. ഒരുപാട് തെറ്റിദ്ധാരണ നേരിടുന്ന ഒരു മേഖല തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചായാലും ഇപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുള്ളത് തന്നെ മനസ്സിലാവുന്നത്. സാർ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തി ഇതിനെപ്പറ്റി സംസാരിക്കാനും നമ്മുടെ ഗസ്റ്റ് ടൈമിൽ അതിഥിയായി വരാനും സാധിച്ചതിലും സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഒരുപാട് നന്ദി. നമസ്കാരം.